ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 9 ശ്ലോകം 22. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമോ നമഃ. അനന്യ ചിന്തയന്തോ മാം യേ ജനാ പരുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. പരമാത്മാവായ എന്നെ തന്നെ ഏകാഗ്രചിത്തമായി നിത്യവും സ്മരിച്ചു കൊണ്ടിരിക്കുന്ന ഏകാന്ത ഭക്തന്മാരുടെ ലൗകികവും ആധ്യാത്മികവുമായ എല്ലാ ക്ഷേമങ്ങളും ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നു. ശ്രീമദ് ഭഗവത്ഗീത ഭാവാർത്ഥം. അനന്യ ചിന്തനവും പരിവാസനവും കൊണ്ട് കർമ്മവാസന ക്ഷയിപ്പിക്കാൻ കഴിയുമെന്നാണ് ഭഗവാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ദേഹം കൊണ്ട് കർമ്മം ചെയ്യുക ആർക്കും ഒഴിവാക്കാൻ കഴിയുകയില്ല. ദേഹം കൊണ്ട് കർമ്മം ചെയ്യുമ്പോൾ ബുദ്ധിയെ ഫലം ചിന്തയിൽ നിന്നു മാറ്റി നിരന്തരമായ ഭഗവത് സ്മരണയിൽ ഉറപ്പിക്കണം. ഇതാണ് അനന്യചിന്ത. തുടർന്ന് സഗുണോപാസനയിലും നിർഗുണോപാസനയിലും വസ്തു ഒന്നേ ഉള്ളുവെന്നറിഞ്ഞ് പ്രപഞ്ചം മുഴുവനും ഈശ്വര ലീലയായോ ഈശ്വര സ്വരൂപമായോ ഭാവന ചെയ്യണം. അങ്ങനെ ധർമാചരണം മുഴുവനും അച്യുത ആരാധനമാക്കി മാറ്റണം. ഇതാണ് പര്യുപാസനം. ഇത് രണ്ടും തുടർന്ന് അഭ്യസിക്കുന്ന ഒരാളിന്റെ യോഗക്ഷേമം ഭഗവാൻ നോക്കുമെന്നാണിവിടെ പ്രതിജ്ഞ ചെയ്യുന്നത്. ഇഹലോക ജീവിതം തകരാറാകാതെ വേണ്ടത് വേണ്ട സമയത്ത് എത്തിച്ചു കൊടുക്കുകയും അകാലത്തു നഷ്ടപ്പെടാതെ സൂക്ഷിക്കുകയും ചെയ്യുന്നതാണ് ലൗകികമായ യോഗം. അതുപോലെ ദേഹയാത്ര മുന്നേറും തോറും ഉള്ളിലും പുറത്തും ഈ രണ്ട് യോഗവും കൊണ്ട് ആണൊരുവന്റെ ജീവിതം പൂർണ്ണധന്യതയിൽ എത്തേണ്ടത്. ഒരേകാന്ത ഭക്തന്റെ കാര്യത്തിൽ ഈ രണ്ടു തരം യോഗവും വേണ്ടപ്പോൾ വേണ്ട പോലെ പൊരുത്തപ്പെട്ട് കാത്തു സൂക്ഷിക്കുന്ന കാര്യം ലോകാരംഭം മുതൽ താൻ ഏറ്റെടുത്തിട്ടുള്ളതെന്നാണ് ഭഗവാൻ ഇവിടെ വെളിപ്പെടുത്തുന്നത്. അർജുനന്റെ ജീവിതം തന്നെ ഇതിന് തെളിവാണ്. ലോക ചരിത്രത്തിൽ തന്നെ ഏത് ഏകാന്ത ഭക്തന്റെ കാര്യമെടുത്താലും അവിടെയൊക്കെ ഭഗവാൻ ഈ പ്രതിജ്ഞ നിറവേറ്റിയതായി കാണാൻ കഴിയും. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരേ ഗുരുവായൂരപ്പാ ശരണം.